സൺഡേ അല്ലെങ്കിൽ ഞായറാഴ്ച സാർവത്രികമായിട്ടൊരു ഹോളിഡേ ആണ്, ഒഴിവ് ദിവസം. മനുഷ്യന് അധ്വാനം മാത്രം പോരാ, വിശ്രമവും കൂടി വേണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. എല്ലാ ദിവസവും മനുഷ്യൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും മനുഷ്യന് വിശ്രമിക്കാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്ന് മുന്നോട്ട് നോക്കി തൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനോ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ ഒന്ന് പ്ലാൻ ചെയ്യാനോ സാധിക്കുകയില്ല. അപ്പം അതിനൊക്കെ കരുതി അനാദികാലം മുതൽ തന്നെ അപ്രകാരം ഒരു ഒഴിവ് ദിവസം മനുഷ്യന് നൽകിയിരിക്കുകയാണ്. ഈ ഒഴിവ് ദിവസത്തിൽ എപ്പോഴും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഒരാഴ്ചക്കാലം ജീവിക്കുവാൻ അനുഗ്രഹം തന്ന ദൈവത്തെ നന്ദിയോടെ ഓർക്കുക എന്നുള്ളതാണ്. ദൈവത്തെ നന്ദിയോടെ ഓർക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന വശം, ഇതുവരെ നമ്മെ നടത്തിക്കൊണ്ട് വന്ന് ജീവിക്കാൻ അനുഗ്രഹം കിട്ടിയെന്നും ഇങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചല്ലോ എന്നുള്ളതും ഓർത്ത് സന്തോഷിക്കുക എന്നുള്ളതാണ്. നെവർ തിങ്ക് അബൌട്ട് തിങ്സ് ദാറ്റ് മെയ്ഡ് യു സാഡ്, ബട്ട് റിമെമ്പർ ദ മൊമെന്റ്സ് ദാറ്റ് മെയ്ഡ് ആൻഡ് മേക്ക് യു ഗ്ലാഡ്. നമ്മെ ദുഃഖിപ്പിച്ച, വേദനിപ്പിച്ച, സങ്കടപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് സന്തോഷിക്കുവാനും അതുപോലെ സന്തോഷത്തോടെ ആയിരിക്കുവാനും ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് ഓർക്കുക. അതാണ് ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയായി പറയുക എന്നുള്ളതിൻ്റെ ഒരു വശം. തീർച്ചയായിട്ടും നമ്മുടെ പൂജകളും പ്രാർത്ഥനകളും നമസ്കാരങ്ങളും എല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഒരു പരാതി നിറഞ്ഞ മനസ്സോടും ഒരു പരിഭവത്തോടു കൂടിയ ചിന്തയോടും അമർഷത്തോടു കൂടിയ ഹൃദയത്തോടും കൂടിയൊക്കെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയുന്നത്, ദൈവം നന്ദി എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്വീകാര്യമായ പ്രാർത്ഥന ആവില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നാം സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സന്തോഷത്തോടെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ദൈവത്തിന് നന്ദി പറയേണ്ടത്. അപ്പം അങ്ങനെ ഉള്ളൊരു ഹൃദയത്തെ രൂപപ്പെടുത്തിയെടുക്കുക, പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ആ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് സങ്കടപ്പെടാനുള്ള, ഇനി മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന ദൈവത്തെ ആണ് നാം കാണേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വേദനയും ദുഃഖവും സങ്കടവും എല്ലാം മാറും. അതുകൊണ്ട് നെവർ തിങ്ക് അബൌട്ട് the things that made you sad, but remember the moments that you made you glad, and think about the things that would make you glad. അതായിരിക്കട്ടെ ഈ ഒഴിവ് ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള പ്രാർത്ഥനയുടെ ഒരു ഘടകം. അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടി ദൈവത്തിൻ്റെ മുമ്പാകെ നാം അർപ്പിക്കുന്ന നമ്മുടേതായ രീതിയിലുള്ള പ്രാർത്ഥനകൾ ആയിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ വലിയ ദൈവ അനുഗ്രഹം നമ്മുടെ മനസ്സിൽ നിറയുന്നതായിട്ടും നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ളതാണ് ചിലതെല്ലാം പൊറുക്കുക എന്നുള്ളത്. മറക്കുക എന്ന് പറയുമ്പോൾ പൊറുക്കാതെ മറന്നിട്ട് ഒരു കാര്യമില്ല. യു കനോട്ട് give up unless you actually forgive. ക്ഷമിക്കാതെ മറക്കാനാവില്ല. If you want to forget, you must forgive. അപ്പോൾ വേദനിപ്പിച്ച നിമിഷങ്ങളെ ക്ഷമിച്ച് മറന്നു കളയുക എന്നുള്ളത് മാത്രമേ ഒരു മാർഗമുള്ളൂ. ക്ഷമിച്ചാലേ മനസ്സിൽ നിന്ന് പോവുകയുള്ളൂ. മറക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് മറച്ചു വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് ക്ഷമിക്കുകയാണെങ്കിൽ, പൂർണ്ണമായി ക്ഷമിക്കുകയാണെങ്കിൽ മറക്കാൻ എളുപ്പമുണ്ടാകും. സോ therefore let us try to forget and then give up and remember about good things. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.